മെയിനായിട്ട് ഐഫറിനെ കൊണ്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് അവരുടെ ഒരു കീനായിട്ടുള്ള സപ്പോർട്ടാണ്. മെൻറ്റേഴ്സ് ആയാലും അതേപോലെ തന്നെ ടീച്ചേഴ്സ്, ഹാപ്പിനെസ് ഓഫീസറൊക്കെ എടുത്തു പറയേണ്ടതാണ് ഇവരുടെ ഐഫറിൻ്റെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റത്തിൽ. അനിസാറ 5 AM ക്ലാസ് മിസ്സാക്കിയിട്ടുള്ള ഐഫറിലുള്ള ഒരു കുട്ടിയും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏറ്റവും കൂടുതൽ ബോണ്ടിങ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു 3 ടേമിലും എൻ്റെ ഒരു സിസ്റ്ററിനേക്കാളും ബോണ്ടിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ആര്യ മാം. അത്രയും റിസൾട്ട് നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല ഐഫറിൽ വന്നു കഴിഞ്ഞാൽ. ഹലോ, എൻ്റെ പേര് അംന രഹില. ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ആദ്യമായിട്ട് ഐഫറിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജൂൺ 2023 സൈക്കിളിൽ ഞാൻ ആദ്യമായിട്ട് നെറ്റ് എക്സാം എഴുതി. അത് കോച്ചിങ് ഒന്നും ഇല്ലാണ്ട് ഡിഗ്രിൻ്റെ PG അലോങ് വിത്ത് മൈ PG ആയിരുന്നു ഞാൻ ആ ഒരു വർഷം എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ വർഷം എനിക്ക് 20 മാർക്സിനെങ്ങാണ്ടും നെറ്റ് മിസ്സായി. അങ്ങനെ അന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു ഒരു കോച്ചിങ് എന്തായാലും ഇതിന് അഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമാണെന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്ത് അങ്ങനെ എനിക്ക് കിട്ടിയ ഇൻസ്റ്റഗ്രാം ഫീഡിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സംഗതിയായിരുന്നു ഐഫറിൻ്റെ ഒരു എജു ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ ഐഫറിൽ എൻക്വയറി നടത്തി. ആ ഒരു ഡിസംബർ 2024 ജൂൺ സൈക്കിൾ മുതൽ ഐഫറിൻ്റെ കൂടെ നെറ്റ് എഴുതാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആ ടേം ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്തു. ഫസ്റ്റത്തെ ടേം തന്നെ ഐഫറിൻ്റെ കൂടെ എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റി. പിന്നെ ഞാൻ 2 ടേമും കൂടി ഐഫറിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു. നെറ്റിനല്ല JRF ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേമും കൂടെ എഴുതി. ആ എഴുതിയിട്ടുള്ള 2 ടേമും അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് 2 മാർക്കിനായിരുന്നു ഫസ്റ്റത്തെ ടേം. അതായത് 2024 ജൂൺ സൈക്കിളിൽ എനിക്ക് മിസ്സായത് 2 മാർക്കിനാണ് JRF മിസ്സായത്. അതേപോലെ തന്നെ അതിനുശേഷമുള്ള ഡിസംബർ സൈക്കിളിൽ എനിക്ക് 6 മാർക്സിനാണ് JRF മിസ്സായിട്ടുള്ളത്. അത് ഭയങ്കര ഒരു വിഷമം കൊള്ളുന്ന സംഗതി തന്നെയാണ്. പക്ഷേ ഐ എം കീപ് ട്രൈയിങ്. അതായത് ഡിസംബർ സൈക്കിളും ഇൻഷാ അള്ളാ എന്തായാലും ഐഫറിൻ്റെ കൂടെ തന്നെ JRFന് വേണ്ടിയിട്ട് ഞാൻ എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ എനിക്ക് ഇതിന്ന് മെയിനായിട്ട് ഐഫറിനെ കൊണ്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് അവരുടെ ഒരു കീനായിട്ടുള്ള സപ്പോർട്ടാണ്. മെൻറ്റേഴ്സ് ആയാലും അതേപോലെ തന്നെ ടീച്ചേഴ്സ്, ഹാപ്പിനെസ് ഓഫീസറൊക്കെ എടുത്തു പറയേണ്ടതാണ് ഇവരുടെ ഐഫറിൻ്റെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റത്തിൽ. നമ്മുടെ ഒരു ഫാമിലി പോലെ നമ്മുടെ കൂടെ നിന്നിട്ട് ഇവരെന്താക്കും, നമുക്ക് വേണ്ട കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യാൻ നമ്മൾ പറയും. വേണ്ട സംഗതികൾ നമുക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്തു തരുന്ന ഒരു ഫാമിലിയാണ് ഐഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് തന്നിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ PG റീസെൻ്റായിട്ട് PG ഞാൻ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു വർഷം തന്നെ ഈ ജൂൺ മുതൽ ഈ ജൂൺ അക്കാഡമിക് ഇയർ മുതൽ എനിക്കൊരു ടീച്ചറായിട്ട് ഒരു എയ്ഡഡ് കോളേജിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചതിൽ ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത് ഐഫർ തന്നെയാണ്. അപ്പോൾ ഐഫറിൻ്റെ ആ ഒരു സപ്പോർട്ടൊന്നും ഒരിക്കലും എടുത്ത് പറയാണ്ടിരിക്കാൻ വേണ്ടി പറ്റാത്തൊരു സംഗതിയാണ്. പിന്നെ അതേപോലെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അനീസാറിൻ്റെ 5 AM ക്ലാസ് ആണ്. അനീസാറ് 5 AM ക്ലാസ് മിസ്സാക്കിയിട്ടുള്ള ഐഫറിലുള്ള ഒരു കുട്ടിയും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സാർ ആ ഒരു മോർണിംഗ് റുട്ടീനെ നമ്മളത് മാറ്റും. നമ്മൾ ആ ഒരു 5 AM എണീക്കുന്നു, അതിനുശേഷം നമ്മളൊരു ചെറിയ റിവിഷൻ ചെയ്യുന്നു, ചെറിയൊരു നാപ്പ് എടുക്കുന്നു. അതേപോലെ സാറിൻ്റെ ആ ഒരു നമ്മൾ പിന്നീട് 5 AM എണീക്കുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് വരെ സാറിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ബോണ്ടിങ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു 3 ടേമിലും എൻ്റെ ഒരു സിസ്റ്ററിനേക്കാളും ബോണ്ടിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ആര്യ മാം. ആര്യ മാമിൻ്റെ സപ്പോർട്ട്, അതേപോലെ ആര്യ മാം ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് ഒരു 5 മിനിറ്റ് ആര്യ മാമിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര റിഫ്രഷിങ് ഫീലാണ്. നമ്മൾ പഠനത്തിൽ നിന്ന് ഒന്ന് ബാക്കോട്ട് പോയാലും ആര്യ മാമിൻ്റെ ഒരു കോളോ അല്ലെങ്കിൽ ഒരു 2 മിനിറ്റിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് വേണം അല്ലെങ്കിൽ JRF വേണം എന്നുള്ളൊരു ദൃഢദാക്ഷിണ്യം കൊണ്ട് മാത്രം നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നൊരു വ്യക്തി ാണ് ആര്യ മാം. ഐഫറിൽ ആരെങ്കിലും ഇനി നെറ്റ് ചെയ്താൻ വേണ്ടി ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ 10% ഞാൻ പറയുന്നത് ഐഫർ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് നിങ്ങളുടെ മുന്നിൽ. ഇത്രയും റിസൾട്ട് നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല ഐഫറിൽ വന്നു കഴിഞ്ഞാൽ. അവരുടെ ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു മെമ്പേഴ്സിൻ്റെ നമ്മൾ തമ്മിലുള്ള ബോണ്ടിങ് കാരണം നമുക്ക് എല്ലാ സംഗതികളും പോസിബിൾ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ളതാണ് ഈ ഐഫറിൻ്റെ ടാഗ് ലൈൻ ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്രയും കാര്യങ്ങൾ നമുക്ക് പോസിബിൾ ആക്കി തരും. നമ്മളെ ഒരുപാട് വേറെ സ്റ്റഡീസിന് ഇടയ്ക്ക് അല്ലെങ്കിൽ മദേഴ്സിൻ്റെ ഒരു സ്ട്രഗിളിങ്ങിൻ്റെ ഒക്കെ ഇടയ്ക്ക് എത്രയോ പേര് ഐഫറിന് JRFും അതേപോലെ തന്നെ ഏറ്റവും ക്വാളിഫൈ ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പം അവർ കൊടുക്കുന്ന ഒരു പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ളത് തന്നെ ആയിരിക്കും ഐഫറിൻ്റെ ഒരു പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആര് ഞാൻ എൻ്റെ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഐഫറിൽ ജോയിൻ ചെയ്യുക. അതേപോലെ ഐഫറിൻ്റെ ഫാമിലിയിൽ ഒരു മെമ്പറായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. അപ്പം ഏറ്റവും ബിഗ് താങ്ക്സ്. ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്ത് ഇപ്പം എൻ്റെ ഒരു കരിയറിൽ റീസെൻ്റ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ PG കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു കോളേജിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാൻ വേണ്ടി എന്നെ സഹായിച്ച ഐഫറിന്
ഐഫറിനും അതേപോലെ തന്നെ അതിലുള്ള ഓരോ ടീച്ചേഴ്സിനും മെന്റേഴ്സിനും ഒക്കെ എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു.